സോ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് മാൽദീവ്സ്. ലാൻഡ് ചെയ്യാൻ പോകുന്നുള്ള അനൗൺസ്മെന്റ് കേട്ട ഉടനെ ഞാൻ താഴോട്ട് നോക്കി. കർത്താവ് ഇതായിരിക്കണേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ട്. എയർപോർട്ടിൽ ചെന്നപ്പോൾ പൂരത്തിനുള്ള ആളുണ്ട്. എന്നാലും പ്രോസസ്സിംഗ് എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നതുകൊണ്ട് ബാലിയിലെ പോലെ പോസ്റ്റ് ആയില്ല. ഇനി നേരെ വെച്ച് പിടിച്ചു ബർഗർ കിങ്ങിലോട്ട്. ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഒരു ബീഫ് ബർഗർ നമുക്ക് മസ്റ്റ് ആണല്ലോ. ആ മുഖത്ത് സന്തോഷം കണ്ടോ. ഞാൻ ഒരു ഐസ്ക്രീം മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം നമ്മുടെ സ്റ്റിക്കി മാംഗോ റൈസിന്റെ അനിയനായിട്ട് വരും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് സ്പീഡ് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഹാഫ് ആൻ അവർ ജേർണി ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഐലൻഡിലോട്ട്. സോ വെൽക്കം ടു അദാരൻ ഫുഷി ഐലൻഡ്. ആ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടോ നീ, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഇവിടെ 2 ദിവസത്തേക്ക് നമ്മൾ ഓഷ്യൻ വില്ലയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. സോ മാൽദീവ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഷ്യൻ വില്ല ആഗ്രഹിക്കുന്നവരും കമൻറ്റ് ബിലോ. അങ്ങനെ ബഗിയിൽ നമ്മുടെ റൂമിലേക്ക് എത്തി. ഇനി നമ്മൾ ഏതൊരു നാട്ടിൽ ചെന്നാലും മിസ് ചെയ്യാത്തതൊരു കാര്യമാണ് സ്പാ. സോ 6 PM ഓൾറെഡി നമ്മൾ സ്പായ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വിശേഷം സ്പായ്ക്ക് ശേഷമാവാം. മാൽദീവ്സ് ട്രിപ്പ് പാർട്ട് 2. ഏത് നാട്ടിൽ ചെന്നാലും ഒരേ മനസ്സോടെ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു ആക്ടിവിറ്റി മറ്റൊന്നുമല്ല സ്പാ. സ്പായ്ക്ക് മുമ്പ് കുറേ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം ഫില്ല് ചെയ്തു. എന്ത് ഓയിൽ യൂസ് ചെയ്യണം എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് ചൂസ് ചെയ്തതിന് ശേഷം ബാലിനീസ് മസാജാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. സത്യം പറയാലോ ബാലിയിലേക്കാൾ അടിപൊളിയായിരുന്നു മാൽദീവ്സിലെ സ്പാ. സ്പായ്ക്ക് ശേഷം നേരെ വെച്ച് പിടിച്ചു റെസ്റ്റോറൻറ്റിലോട്ട്. ഇവിടെ ഒരു 4 or 5 റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. ഇന്ന് ഈ റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ ഫുഡാണ്. നാളെ ആഫ്രിക്കൻ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യൻ ഫുഡ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബർഗേഴ്സ്, പിസാസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ലോ ടൈഡ് സീൻ. സത്യം പറയാലോ ഞാനൊന്ന് ശരിക്കും പേടിച്ചു കേട്ടോ. കർത്താവ് ഈ വെള്ളമൊക്കെ ഇവിടെ പോയി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. നമ്മൾ പ്രീമിയം വില്ല ഓപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു. കയാക്കിംഗ്, സ്നോർക്ലിംഗ്, അതുപോലെ ഡോൾഫിൻ ക്രൂസ്, സൺസെറ്റ് ക്രൂസ് എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഡോൾഫിൻ ക്രൂസ് ആണ് ഓപ്റ്റ് ചെയ്തത്. രാവിലെ എഴുന്നേറ്റ് ഡോൾഫിനെയൊക്കെ പോയി കണ്ടു. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ബാക്ക് ടു ഹൈ ടൈഡ് സീൻസ് ആയിരുന്നു. ബീച്ചിൽ ചില്ല് ചെയ്തപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ വരെ ഒന്ന് പോയി. ഇവിടെ ഡ്രിങ്ക്സിനും ഫുഡിനും ഒക്കെ നല്ല തീ പൊള്ളുന്ന വിലയാണ്. അതുകൊണ്ട് മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ all 3 മീൽസ് ഓപ്റ്റ് ചെയ്ത് ട്രിപ്പിന് വരികയാണെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ യൂഷ്വലി നമ്മുടെ ട്രിപ്പുകളെല്ലാം തന്നെ നോർമൽ ഷെഡ്യൂളിനേക്കാൾ ഹെക്റ്റിക് ആയിരിക്കുമല്ലോ. സോ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സിങ് ആയിട്ടുള്ളൊരു വെക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഓപ്ഷൻ മാൽദീവ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മാൽദീവ്സിനോട് ബൈ ബൈ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ.